പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, മാതൃ ദൈവമാതാ കത്തീഡ്രൽ പള്ളിയുടെ അത്ഭുത അൾത്താരയിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം ആരംഭിച്ചത് ഈ അൾത്താരയിലാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ കൈവെടികയില്ല എന്നെനിക്ക് ഉറപ്പാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാതൃ ദൈവമാതാ കത്തീഡ്രൽ പള്ളിയാണ്. അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകമാണ് ഇന്ന് ലഭിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയിടുന്ന യൂട്യൂബിൽ ഈ ശുശ്രൂഷയുടെ താഴെ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ ഞാൻ വായിച്ചത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ 12 കോടി രൂപയുടെ കടമുള്ള ഒരു മകൻ്റെ കണ്ണുനീര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, ആധുനിക കേരളത്തിൽ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെന്ന് പറയുന്നത് വിട്ടുമാറാത്ത കടബാധ്യതകളാണ്. അതിനുവേണ്ടി പറമ്പിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത അവസ്ഥ. അനവധി പേര് ആ കടങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതിനൊരു വിടുതൽ വേണം. പല വിധത്തിൽ കടങ്ങളുടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന അനവധിയായ മക്കളുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്നവർ, ജോലിയോടുകൂടിയ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പല വിധത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടും അതിന് ഉയർച്ച കിട്ടാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ വിശുദ്ധ കുരിശിൻ്റെ, പ്രത്യേകിച്ച് ഒരു കൽക്കുരിശ് ഈ പള്ളിയോട് ചേർന്നുണ്ട്. അതിങ്ങനെ വളരുന്നു എന്നുള്ളത് കോഴിക്കോടത്തെ നാനാജാതി മതസ്ഥരുടെ വലിയ വിശ്വാസമാണ്. പ്രിയപ്പെട്ട മക്കളെ, ആ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നിങ്ങളെ ബാധിച്ച കടങ്ങൾ, നിങ്ങളെ ബാധിച്ച കുരുക്കുകൾ അഴിഞ്ഞു പോകട്ടെ. പ്രത്യേകിച്ച് കല്യാണ കുരുക്കുകൾ, കല്യാണ തടസ്സങ്ങൾ, പ്രായമേറെ ആയിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന എത്രയോ യുവതിവാക്കന്മാരാണുള്ളത്. കർത്താവ് ഇന്ന് ആ കുരുക്കുകൾ അഴിയണം. കലഹം മൂലം വേദനിക്കുന്ന ഭവനങ്ങൾ, എത്രയോ അസ്വസ്ഥതയാ. സാത്താൻ അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് കടന്നു വരികയും ആ ഭവനങ്ങളെ തകർക്കാൻ നോക്കുകയും ചെയ്യാൻ. കർത്താവെ, നിന്റെ ആത്മാവിന് എല്ലാ ഭവനങ്ങളിലേക്ക് അയക്കണമേ. പ്രത്യേകിച്ച് കലഹങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, ഡൈവോഴ്സുകളിൽ നിന്നും ഞങ്ങളുടെ യുവ ദമ്പതികളെ കാക്കണമേ. ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ ബന്ധനമുണ്ട്. പല കുടുംബങ്ങളും തകരുന്നത് മദ്യപാനം മൂലമാണ്. പല കുടുംബങ്ങളും തകരുന്നത് ലഹരി മൂലമാണ്. പല കുടുംബങ്ങളും തകരുന്നത് അവിശ്വസ്തത നിമിത്തമാണ്. കർത്താവേ, തെറ്റായ ബന്ധങ്ങളും അവിശ്വസ്തതകളും വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങളെയും തെറ്റായ ബന്ധങ്ങളുടെ ദുർഭൂതങ്ങളെയും അവിടെ നിന്ന് ബഹിഷ്കരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കി തീർക്കണമേ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരിക. പണ്ട് അനവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥനയുള്ളത് കൊണ്ട് കുടുംബങ്ങളിൽ സാത്താൻ പ്രബലപ്പെട്ടിരുന്നില്ല. ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ സാത്താൻ പ്രബലപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ സാത്താന് ഒളിഞ്ഞിരിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയ ജഡിക മോഹങ്ങളായി, ദുർമോഹങ്ങളായി, അസൂയകളായി, അഹങ്കാരമായി, തലക്കനമായി സാത്താൻ ആവസിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്നൊരു കാലഘട്ടമാണ്. ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഈ ഡെലിവറൻസിലൂടെ ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന്
കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന നിരാശകളും വിഷാദങ്ങളും കലഹങ്ങളും അകാരണ ഭയങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും ജോലി തടസ്സങ്ങളും കല്യാണ തടസ്സങ്ങളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും പല തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകളും ഓഫീസ് കാര്യങ്ങളിലുള്ള തളർച്ചകളും സാമ്പത്തിക മേഖലയിലുള്ള തകർച്ചകളും വിട്ടുമാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നൽകിയ വചനം പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. അതിമനോഹരമായ ഒരു സുവിശേഷ ഭാഗം. ദൈവത്തിന് 3 കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ദൈവം പറയുകയാണ്, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമായ കാര്യങ്ങളാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ലയം. പ്രിയപ്പെട്ടവരെ, ഇത്ര മനോഹരമാണ് സ്വർഗം സന്തോഷിക്കാൻ കാരണമായ കാര്യങ്ങൾ. ഒന്ന്, സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ്. എന്നാൽ ഭിന്നതയുടെ ദുരാത്മാക്കള് സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളും അസ്വസ്ഥതകളും സ്വത്ത് തർക്കങ്ങളും മൂലം തകർന്നിരിക്കുന്ന സഹോദര ബന്ധങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള യോജിപ്പിൽ വന്നിരിക്കുന്ന തകർച്ചകൾ, പ്രിയപ്പെട്ട മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലുള്ള തകർച്ചകൾ സ്വർഗത്തെ വല്ലാതെ വേദനിപ്പിക്കുക. ആയതിനാൽ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ബന്ധങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരാം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, വസ്തുവകകളിലേക്ക് പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ ഞങ്ങളെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുപോകണമെന്ന് യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു. പരിശുദ്ധ അമ്മയുടെ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്ററിൻ്റെയും പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിൻ്റെയും അങ്ങനെ ബുദ്ധോച്ചാടകരായ സകല വിശുദ്ധരോട് ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും, തടസ്സങ്ങളെയും, കടങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, കലഹങ്ങളും ശത്രുക്കളും യേശു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നാളെ വാടി കൺവെൻഷൻ ആരംഭിക്കുകയാണ്. കൊല്ലം ടൗണിലെ അടുത്ത് തീരദേശം വാടി. പ്രിയപ്പെട്ട മക്കളെ, കൊല്ലം പ്രദേശത്തുള്ള വാഹനങ്ങളുള്ള എല്ലാ മക്കളെയും ആ തീരദേശത്തേക്ക് 10, 11, 12, 13, 14 തീയതികളിൽ സായാഹ്നത്തിലേക്ക് അച്ഛ ക്ഷണിക്കുകയാണ്. ഡെലിവറൻസിൻ്റെ വലിയ കൃപകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജനുവരി മാസം 2, 3
4 തീയതികളിൽ ചങ്ങനാശ്ശേരി രൂപതയില് പൊൻകുന്നം ഭാഗത്ത് അതിനടുത്ത് മണിമല ഫൊറോന കൺവെൻഷന് അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ വന്ന് ഈ ശുശ്രൂഷകളെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അവരുടെ മേലുള്ള ബാധകളും തിന്മകളും രോഗങ്ങളും ആകുലതകളും കടങ്ങളും അസ്വസ്ഥതകളുമെല്ലാം വിട്ടുമാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികർക്ക്, സന്യസ്തർക്ക്, അൽമായർക്ക്, ആ കൺവെൻഷന് ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേക അഭിഷേകത്താൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഇവിടെ പ്രവർത്തിച്ച എല്ലാ മിഷണറിമാരായ വൈദികരുടെ വിശുദ്ധമായ ആത്മാക്കളോട് ചേർന്ന്, ഈ ദേവാലയത്തിനോട് ചേർന്ന് വളരുന്ന വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും ഈ നിമിഷം വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.